ഞാൻ കുറച്ച് ടപ്പ ക്വസ്റ്റ്യൻസ് പോട്ടെ. അതെ, ഞാൻ ആദ്യം ആ പടത്തിൽ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. പേപ്പർ എടുത്ത് തന്നിട്ട് അത് ഡയലോഗ് ഒന്ന് കാണാതെ പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഒരു കണ്ണൂർ സ്ലാങ്ങിലുള്ള ഡയലോഗായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റിയില്ല. അപ്പോൾ രണ്ടാമത് മാറ്റിയിട്ട് വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഞാൻ തെറ്റിച്ചു. ഇതൊരു ഓഡീഷൻ പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊന്നും. എനിക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ചാൻസാണ്. ഞാൻ രോമാഞ്ചത്തിൽ വരുന്ന സമയത്തൊന്നും ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. ആരുമില്ല ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ ആര് കൊണ്ടുവരാനാ എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഹാപ്പി ആയിട്ടാണ് ഞാൻ ചെയ്തത് പടത്തിൽ. എനിക്കൊരു ഡാർക്കും വന്നിട്ടില്ല. എനിക്ക് ഒരുപാട് ADs മെസ്സേജ് ആണോ? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കുമല്ലോ ഈ അവർക്ക് സിനിമയ്ക്ക് ഒരുപാട് വേണ്ടി നടക്കുന്നവർക്ക്. കണക്ട് ചെയ്യുന്ന സംഭവമല്ലേ. സിനിമ ടു യു ഇൻ വൺ വേർഡ്. എന്താ? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. Oxygen, the smartphone expert. ഹലോ, നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ചൈതന്യ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് ആശാനും ആശാന്റെ പിള്ളേരും ആണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആശാൻ മിസ്സിംഗ് ആണ്. നമ്മുടെ പടത്തിൽ കടം കാണാൻ പടത്തിൽ എവിടെയോ മിസ്സാവുന്നത് പോലെ ഇവിടെ ആശാൻ മിസ്സിംഗ് ആണ്. പക്ഷെ വെൽക്കം ഗൈസ് ആൻഡ് ഭയങ്കര കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന പടം ഇങ്ങനെ തിയേറ്ററിൽ കണ്ടിറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെയോ ഒരു ടേക്ക് അവേ ഉള്ള മൂവിയാണ്. ജോമോൻ എന്താ ചെയ്തു വെച്ചേക്കുന്നത് ഇതുവരെ കാണാത്തൊരു ജോമോനെ നമ്മൾ കണ്ടു. ജോമോനെ കണ്ടില്ല, അനന്തനെ കണ്ടു. കണ്ടു. എൻ്റെ ജോൺ ചേട്ടൻ അതാ പറഞ്ഞ, നിന്നെ വേറൊരാളാക്കി കാണിപ്പിക്കാന്ന് പറഞ്ഞു. തീർച്ചയായും നമ്മള് കണ്ടിറങ്ങുമ്പോ എപ്പോഴും ജോമോൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫണ്ണി പാക്കേജ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ. മിക്ക സിനിമകളും നമ്മൾ അങ്ങനെ ഒരു സാധനം കാണാറുണ്ടല്ലോ. ആ ജോമോനെ നമ്മൾ കണ്ടില്ല. അനന്തൻ കരയിച്ചു, അനന്തൻ ചിന്തിപ്പിച്ചു, അനന്തൻ ചിരിപ്പിച്ചു. അനന്തൻ അനന്തൻ ഇങ്ങനെ അനന്തമായി അതിലുണ്ടായിരുന്നു. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഭയങ്കര സന്തോഷം തന്നെ അങ്ങനെ കാണുമ്പോൾ. എനിക്ക് സന്തോഷമായി ഇങ്ങനെ പറഞ്ഞപ്പോ. എങ്ങനെ ഉണ്ടായിരുന്നു അനന്തനിലേക്കുള്ള ഒരു യാത്ര? എനിക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ചാൻസാണ്. ഞാൻ രോമാഞ്ചത്തിൽ വരുന്ന സമയത്തൊന്നും ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. ജോണിൻ്റെ അടുത്ത് കഥ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പടത്തിൽ 5 പാട്ടും എനിക്ക് കേൾപ്പിച്ചായിരുന്നു ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത്. അപ്പോഴേ ഓരോ പാട്ടെടുക്കുമ്പോഴും ജോണേട്ടൻ പറയാറുണ്ട്, ഈ പാട്ടടിക്കും ഈ പാട്ടടിക്കും. കറക്റ്റ് പാട്ട് വൈറലായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു ക്യാരക്ടറിൻ്റെ. ഇപ്പോൾ ജോണേട്ടൻ ഒരു AD-ആണ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് പുള്ളിക്ക് അറിയാം എന്താണ് പുള്ളി അനുഭവിച്ച കാര്യങ്ങളെന്നുള്ളത്. അതെല്ലാം എൻ്റെ അടുത്ത് പറയിച്ചു. അതെൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്. പുള്ളിയുടെ അനുഭവങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഏകദേശം എനിക്ക് ക്യാരക്ടർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയി, ചെയ്യാൻ പറ്റി. ഹാപ്പി ആയിട്ടാണ് ഞാൻ ചെയ്തത് പടത്തിൽ. എനിക്കൊരു ഡാർക്കും വന്നിട്ടില്ല. എല്ലാവരും ചില്ലായിട്ട് നിന്ന് ഹാപ്പി ആയിട്ട് ചെയ്ത് അത് ആ പടത്തിൽ കാണാനുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ചിരിപ്പിക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഇന്ദ്രൻ ചേട്ടനുമായിട്ടുള്ളൊരു കോൺവെർസേഷനിലേക്ക് വരുമ്പോൾ അയാളോട് നമുക്ക് അത്രയും നേരം ഇല്ലാത്തൊരു പ്രത്യേക ഒരു തരത്തിലുള്ളൊരു ഇഷ്ടം വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻസ്? എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടൊരു കോംബോ ഇവർ തമ്മിലും വർക്കൗട്ട് ആയിട്ടുണ്ട് ശരിക്കും. ഞങ്ങളത് സിനിമയിൽ അതിൽ ഓൾറെഡി കുറച്ച് മുമ്പേ അറിയാമെങ്കിൽ തന്നെയും ഈ സിനിമയുടെ സെറ്റ് വെച്ചാണ് കുറച്ചുകൂടെ അടുക്കുന്നതും. പക്ഷേ ക്യാമറയ്ക്ക് പിന്നിലാകുമ്പോൾ കുറച്ചുകൂടെ കെമിസ്ട്രി ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ആശാനോടുള്ളത് ഈ സിനിമയ്ക്ക് ആ ക്യാരക്ടറിനും ഉണ്ടായിരുന്നു. അപ്പം എന്തോ തോന്നിപ്പോകും, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തോന്നിപ്പോയി. ഇപ്പം ഞാനെന്നല്ല ആർക്കായാലും ആ ഒരു സിറ്റുവേഷനിൽ അത് പറയാൻ തോന്നും. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതങ്ങനെ പറഞ്ഞതാണ്, മനസ്സിൽ കൊണ്ട് പറഞ്ഞതുപോലെ. ശരി, ക്യാരക്ടർ ഭയങ്കര ഫണ്ണി ആയിപ്പോയി. നമ്മളിങ്ങനെ പുള്ളീനെ ഇപ്പൊ കാണുമ്പം ബാത്റൂമിലൊക്കെ പോയായിരുന്നു ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പുള്ളീന്റെ ക്യാരക്ടർ പറയുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ചിന്ത പോകുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാലും കക്കൂസി പോണ ക്യാരക്ടർ ശരിക്കും കേൾക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ അടുത്ത് ഇങ്ങനെ ജോണേട്ടൻ പറഞ്ഞ ചെറിയൊരു പരിപാടിയുണ്ട് നമ്മുടെ പടത്തിൽ. ഞാൻ പിന്നെ കഥയൊന്നും കേൾക്കാൻ നിന്നില്ല, നമ്മുടെ ഓൾറെഡി ഗ്യാരണ്ടി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നിട്ട് അതെ അത് മാത്രം മതി. അപ്പം പറഞ്ഞു പിന്നെ നീ ഒരു യൂണിറ്റിലെ പയ്യന, അപ്പം സിനിമ എടുക്കുന്നതാണല്ലോ, അപ്പോൾ എന്തായാലും ഓൾറെഡി അതിലെല്ലാം വരും. പക്ഷേ ഒരു
പ്രത്യേക സന്ദർഭത്തിൽ നിനക്കൊരു ചെറിയൊരു ട്രെയിനിങ് സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടും അത് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ അത് വർക്കൗട്ട് ആകും എന്നുള്ളത്. കാരണം തമാശ ചിരിപ്പിച്ച് ആ ഒരു സാധനത്തിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ജോണേട്ടൻ അത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതങ്ങനെ ചെയ്തു, സെറ്റായി. അതെ. ഈ ഹിറ്റ് സിനിമകൾ എന്നതിനേക്കാൾ അപ്പുറം മനസ്സിൽ മനുഷ്യൻ്റെ ഇങ്ങനെ നിൽക്കുന്ന സിനിമകളുടെ ഒരു ഭാഗമാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പം അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഇതുവരെ ചെയ്ത സിനിമകൾ വെച്ചിട്ട് കൂടിയാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ആശാൻ എടുത്തത് ശരിക്കും? ആശാൻ ആക്ച്വലി ജോൺ എനിക്കൊന്നൊരു ഉച്ച ദിവസം വന്നിട്ട് ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ ഇരിക്കുമ്പോൾ ജോൺ എടുത്ത് വന്ന് ഞാൻ ചേട്ടാ കഥ ഫുള്ളായിട്ടൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നൊരു 2.5 മണിക്കൂർ ഫോൺ കോളിൽ വീഡിയോ കോളിൽ നറേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇത് കഥ എനിക്ക് നേരത്തെ അറിയാം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് അറിയാം, എല്ലാം അറിയാമെങ്കിൽ പോലും ഇത് ശേഷം ജോണിൻ്റെ പ്ലോട്ട് മൊത്തത്തിൽ മാറ്റിയായിരുന്നു. അപ്പോൾ മാറ്റി അതിൻ്റെ നറേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡെഫിനറ്റ്ലി ഇപ്പോൾ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അവസാനം ഇറങ്ങുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു റിയാക്ഷൻ തന്നെയായിരുന്നു എനിക്ക് ആ വീഡിയോ കോളിൽ പോലും കിട്ടിയത്. അപ്പോൾ അടുത്ത ചോദ്യം വന്നത് ആരെ കാസ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ജോൺ പറഞ്ഞു 2 കാസ്റ്റാണ് അന്ന് പറഞ്ഞു. ഒന്ന് വന്നിട്ട് ജോമോൻ ആയിരിക്കും ഈ അനന്തൻ്റെ ക്യാരക്ടറും, രണ്ടാമത് വന്നിട്ട് ഇന്ദ്രൻ സേട്ടനായിരിക്കും ആശാൻ്റെ ക്യാരക്ടർ. അപ്പോൾ സ്വാഭാവികമായി ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എനിക്ക് ചിന്ത വരുന്നത് ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ വയബിലിറ്റിയും ഇത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ ചോദിച്ചപ്പോഴേ ജോൺ പറഞ്ഞു ഇല്ല, ഇത് കമേഴ്ഷ്യലി ഹിറ്റ് അടിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനെയാണ് ഞാനിത് അത് നമ്മൾ സ്ക്രിപ്റ്റിൽ അറിയാം. കാരണം ഇത് ഒരു ഹ്യൂമറാണ് 80-90% പോകുന്നത്. എന്നാൽ അവസാനം എല്ലാ ജോണിൻ്റെ പോളിൻ്റെ പടത്തിലെ പോലും ഗപ്പിയാണെങ്കിലും അമ്പിളി പോലെ കണ്ണ് നിറയ്ക്കും എന്നുള്ളത് ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി നമുക്ക്, കാരണം ജോണിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ. ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ജോൺ തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ജോൺ പ്രൊഡ്യൂസറും ആണെങ്കിൽ പോലും ബേസിക്കലി ജോണിൻ്റെ ഒരു അപ്പോൾ ഡയറക്ടർ ഏത് സിനിമയിലും ഡയറക്ടറാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. പുള്ളിക്കാരൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി ആ കോൺഫിഡൻസ് നമ്മളിലോട്ടും കൂടെ റബ്ബ് ചെയ്യും, നമുക്ക് ആ ഒരു വൈബ് കിട്ടും. ആ വൈബ് സത്യം പറഞ്ഞാൽ ഇന്ന് വരെയും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇത് കണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് DMs വരുന്നത്, ഈ പടം കണ്ട് ഇമോഷണലായി പിന്നെ എൻ്റർടൈൻഡ് ആയി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഒരു ഒരു ഹൈ ഉണ്ടല്ലോ. അത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫിലിമോഗ്രാഫി ആസ് എ പ്രൊഡ്യൂസർ നോക്കുകയാണെങ്കിലും ആശാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് ഓഫ് ദി ലിസ്റ്റ് തന്നെ കാണും. തീർച്ചയായും. എനിക്ക് ഒരുപാട് ADs മെസ്സേജ് ആണോ? ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കുമല്ലോ ഈ അവർക്ക് സിനിമയ്ക്ക് ഒരുപാട് നടക്കുന്നവർക്ക്. കണക്ട് ചെയ്യുന്ന സംഭവമല്ലേ. അവരെനിക്ക് 5 പേരുണ്ട്, 2 പേരെ എനിക്കറിയാം, അല്ലാതെ 3 പേര് നമ്പർ നോക്കി അയച്ച മെസ്സേജ്. അവരയച്ച മെസ്സേജുകളിൽ ഇങ്ങനെ മനസ്സിലിപ്പോൾ നിൽക്കുന്ന ഒരു മെസ്സേജ് ഏതായിരിക്കും? അത് തന്നെ ബ്രോ, നമ്മൾ ചെയ്യുന്ന കാര്യം ഇന്ന് സ്ക്രീൻ കാണാൻ പറ്റിയെന്ന് പറഞ്ഞ് ആയിരുന്നു മെസ്സേജ്. പിന്നെ ഒരാൾക്ക് എന്തോ ഈ സിങ് സൗണ്ടിന്റെ എന്തോ സംഭവം റിയൽ ലൈഫിൽ നടന്ന കാര്യമെന്ന് പറഞ്ഞു. സൗണ്ട് ഐഡിയായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഉള്ളൊരു ഇതല്ലേ. ശരിക്കും സിനിമ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡാണ് സിനിമയ്ക്കുള്ളിലെ സിനിമകളാണ്. എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ച് എന്നാൽ എല്ലാവരുടെയും കഥകൾ പറയുന്നത് പോലെ ഈ സിനിമ തോന്നുന്നുണ്ട്. ശരിക്കും എത്ര റിലേറ്റബിൾ ആയിരുന്നു ജോമോനിക്ക് ഒരു ക്യാരക്ടർ? ഈ ഒരു ക്യാരക്ടർ ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഇടയ്ക്ക് AD ആയിട്ട് വർക്ക് ചെയ്ത് സിനിമയിലോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം. സിനിമ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ ക്യാരക്ടർ ഏകദേശം അതുപോലൊക്കെ തന്നെ ഞാൻ ആഗ്രഹിച്ചു. അത് എനിക്ക് ചെയ്യാൻ കപ്പയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. മുമ്പ് സിജു തന്നെ എന്തോ മുട്ട കൊടുത്തിട്ടുണ്ട്. ഇല്ലല്ല, നമ്മള് ഞാൻ സബ്ഒറിജിനൽസിലാണ് നിന്നത്. സബ്ഒറിജിനൽസ് എന്ന് പറഞ്ഞ ചാനല് വേറൊരാളുടെ ചാനലാണ്. അപ്പൊ അവിടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഒരു വർഷത്തോളം ചെറിയ വെബ് സീരീസുകൾ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയൊക്കെ നിന്ന് അവരിൽ ഒരാളായിട്ട് വന്ന നിധി സഹദേവിന്റെ ചാനലായിരുന്നു. ഫാലിമിയിലെ ഡയറക്ടർ, പിന്നെ തമിഴിൽ TTTയിലെ അങ്ങനെ നിന്ന് വന്നതാ. നമുക്ക് ഈ സിനിമയിൽ കാണിക്കുന്ന അത്ര സ്ട്രഗിൾ നമ്മുടെ ലൈഫിലുണ്ടായിരുന്നു ഈ ഒരു ജേണിയിലേക്ക്? സിനിമയിൽ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. കുറെ ഉണ്ട്. ചേട്ടൻ പറഞ്ഞതിന്റെ ഒരു കാൽഭാഗം മാത്രമേ സിനിമയിലുണ്ട്, ബാക്കി ഇനി കണക്കിന് കിടപ്പുണ്ട് അനുഭവങ്ങൾ. അതൊക്കെ ചിരിക്കാൻ ഒരുപാടുള്ള കാര്യങ്ങളാ. ഇപ്പൊ നമുക്ക് ചിരിക്കല്ലേ, അന്നൊക്കെ അത് എന്തോരം പാടായിരിക്കും. ഇപ്പം നമ്മൾ ഒതളങ്ങാത്തുരുത്ത് പോലൊരു സീരീസ് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മളൊന്ന് സ്റ്റാർ ആയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം വഴി സിനിമയിലേക്ക് എത്തുന്നത് കുറച്ചും കൂടി ഈസി ആണെന്ന് തോന്നുന്നുണ്ടോ? അതോ ഇതേപോലെ നമ്മൾ സ്ട്രഗിള് അവിടെയും നമ്മൾ അനുഭവിക്കേണ്ടി വരുമോ? അല്ല, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് അത് കുറച്ചുകൂടെ എളുപ്പമായെന്ന് തോന്നുന്നു. കാരണം അന്ന്
ഇന്ന് ഈ സോഷ്യൽ മീഡിയയൊക്കെ അത്ര ആക്റ്റീവ് ആകാത്ത സമയങ്ങളിൽ ഒരുപാട് പേര് സിനിമ ലൊക്കേഷനുകളിൽ പോയി ചാൻസിന് വേണ്ടിയിട്ട് പോയി ചുമ്മാ പോയി നിന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതൊരു ഓഡീഷൻ പോലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളെന്നൊന്നും. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. ആരുമില്ല ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മളെ ആര് കൊണ്ടുവരാനാ എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അംബുജിയുടെ ഒന്നങ്ങനത്തെ ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടുന്നതും അതിൽ അഭിനയിക്കുന്നതും. പിന്നീട് അത് ഒരു യാദൃശ്ചികമായിട്ട് ഇത്രയും കേരളത്തിലെല്ലാവരും അറിഞ്ഞു. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര് റീൽസിലൂടെ സിനിമയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇപ്പം കുറച്ചുകൂടെ എളുപ്പമായെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട് കാര്യം. നമ്മുടെ ആശാൻ ഒരു റീൽസ് ഓളിയാണ് ഇതിനകത്ത്. അതെ അല്ലേ? അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയക്കാരെയൊന്നും സിനിമക്കാർക്ക് അങ്ങനെ ഒരു പുച്ഛമുണ്ടോ ശരിക്കും? ഇല്ല 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 അതൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഇപ്പോഴത്തെ റീൽസ് ഇപ്പൊ ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഇവിടെ വരത്തില്ലല്ലോ. പക്ഷെ നമ്മുടെ സിനിമയിലകത്ത് തന്നെ സോഷ്യൽ മീഡിയയില് ഒരുപാട് ആൾക്കാർ. ഞാൻ ആദ്യം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നമുക്ക് നല്ലൊരു ഭാഗത്താണ്. തീർച്ചയായും അല്ലല്ലേ? ഓക്കെ. ഇപ്പം ഇന്ദ്രൻ സേട്ടനുമായിട്ടുള്ള കോംബോ, ഇന്ദ്രൻ സേട്ടൻ ഒരു സിനിമയ്ക്ക് അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു പറ്റിച്ചു അല്ലേ? പിന്നെ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന്റെ അത് കാണുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ, കണ്ടവർക്കല്ലേ അത് കത്തുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിന്റെ ലെയർ തന്നെ മാറുന്നുണ്ട്. അത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ അല്ല നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഇത് ശരിക്കും സെറ്റിൽ വിറ്റ്നസ് ചെയ്യുമ്പോൾ ഉള്ളൊരിത് എങ്ങനെയുണ്ടായിരുന്നു? കാരണം അദ്ദേഹം കോമഡി ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്ക് പണ്ടറിയാവുന്നത്. എന്നാൽ ഇപ്പൊ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ നിന്ന് പിന്നെയും നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചത് ഫുൾ ടൈം ഒരു കോമഡി സാധനം കിട്ടുമെന്നാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു ഐറ്റം അല്ല, രണ്ടും വന്നിട്ടുണ്ട്. ഇത് രണ്ടൊരു ക്യാരക്ടർ ചേഞ്ച് എങ്ങനെ വിറ്റ്നസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെയുണ്ട്? ഞാൻ കുറേയൊക്കെ ഇന്നസെൻ്റെ ഫസ്റ്റ് ദിവസം വന്നപ്പോഴേ ഞാൻ പുള്ളിയുടെ ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഈ ഷോട്ട് എടുത്ത ഈ പടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സീനാണ് എടുത്തത്. ഞാൻ അന്തം വിട്ടു. അതെങ്ങനെ ഈ പടം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ആ ലാസ്റ്റത്തെ സീന് പുള്ളി അതെങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയി നോക്കിയത്. അത് ഭയങ്കര സംഭവം. എൻ്റെ സീൻസൊക്കെ എടുത്തത് എല്ലാം കറക്റ്റ് ഓർഡറിനാണ് എടുത്തത്. അപ്പോൾ അതാണ് ഞാനും പുള്ളിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണത്. പുള്ളി അത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി വന്ന് നിന്നിട്ട് പടത്തിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനാണ് അഭിനയിച്ചത്. ഇത് ഇത്രയും ഇമോഷൻസും കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന സീൻ പുള്ളി അതെങ്ങനെ ചെയ്തു എന്നുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഈ നേരത്തെ ഒരാളുടെ സിനിമയുടെ പ്രൊമോഷനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഫണ്ണി ക്യാരക്ടർ ചെയ്തതിന്റെ പ്രൊമോഷനായിട്ട് ഇരിക്കുമ്പോൾ ജോമോനെ നമ്മൾ ഭയങ്കര ഫണ്ണായിട്ടാണ് കണ്ടിട്ടുള്ളത്. ക്യാരക്ടർ വിട്ടു പോയില്ലേ? കുറച്ച് എന്തൊക്കെയോ ചിന്തകളിലേക്കും സീരിയസ് ആയിട്ട് പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇല്ല, ഞാൻ കാര്യമായിട്ട് വെച്ചതാ. ഇപ്പൊ ഇതിലേക്ക് വരുമ്പോ നമ്മുടെ മൂഡ് മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ആയതുപോലെ ഉണ്ടോ? അനന്തൻ നമ്മളെ മാറ്റിയോ? ഇല്ലല്ലേ? ഈ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അനന്തൻ ശരിക്കും ഒരു ട്രോമയുള്ളൊരു ക്യാരക്ടറാണ്. അനന്തനുള്ളിലൊരു ട്രോമയുണ്ട്. അത് നമ്മൾ സിനിമയുടെ പല പല ഭാഗങ്ങളിലായിട്ട് എവിടേക്കോ അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അത് എപ്പോഴും റിവീൽ ചെയ്യുന്നത് വേറെ കാര്യങ്ങളിലാണെങ്കിൽ പോലും ആ ട്രോമ എവിടെയോ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് എവിടെയൊക്കെയോ അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ബിബിൻ ചേട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബിബിൻ ചേട്ടൻ ഇത് ചെയ്തു വെച്ചത് ഒരു കോമഡി ഫിലിമായിട്ടാണെന്ന്. ഇത് ജോമോൻ ചെയ്യുന്ന സമയത്തെ ജോമോന്റെ ഈ ക്യാരക്ടറിനെ പറ്റി, ട്രോമ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ പറ്റി മാത്രമേ അറിയുള്ളായിരുന്നോ, അതോ ഈ സിനിമയെ പറ്റിയിട്ടുള്ള വിവരം ഉണ്ടായിരുന്നോ? എൻ്റെ അടുത്ത് മൊത്തം സ്ക്രിപ്റ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. ആണല്ലേ? മൊത്തം പരിപാടിയും പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാരക്ടർ ഈ ട്രോമയും കൊണ്ടാണ് നടക്കുന്നത്. എപ്പോഴും പുള്ളിക്ക് ഇരുട്ട് പേടിയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എന്തോന്ന് ശുദ്ധഹൃദയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അധികം ആരോടത്തും ഒരു അടിപിടിക്കൊന്നും പോകാത്ത പാവപ്പെട്ട ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ല, ഫുള്ള് സ്ക്രിപ്റ്റ് 3 തവണ കണ്ട് എനിക്ക് ചേട്ടൻ വായിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ചില ഡയലോഗുകൾ എൻ്റെ രീതിക്ക് പറയാനായിട്ട് വേണ്ടി ഇംപ്രവൈസ് ചെയ്യാൻ അതിനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. ബിബിൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോ ഇത് ഞാൻ ചെയ്തു വെച്ചപ്പോ ഇതൊരു ഭയങ്കര ഫൺ മൂവി ആയിട്ടാണ് ഞാനിത് ചെയ്തു വെച്ചത്. ഇത് പക്ഷെ പോയി സിനിമ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ഇമോഷണൽ സാധനമാണെന്ന് പറയുമ്പോഴാണ് ഇത് ഇങ്ങനൊരു രീതിയിലാണ് ഈ സിനിമ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക്
ഈ സിനിമ എങ്ങനെ ആയിരിക്കും വരുന്നതെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ? അല്ല, ആക്ച്വലി എനിക്ക് ഈ സിനിമയുടെ ജോൺ അനന്തൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയത് പഴയ കാലത്തെ മോഹൻലാൽ സാറിൻ്റെ ലാലേട്ടൻ്റെ പടങ്ങളാണ്. അതായത് സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇങ്ങനത്തെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കാണിക്കുന്നത് ആക്ച്വലി തമാശയല്ല. അവരുടെ ഓരോ സിറ്റുവേഷനിൽ കൂടെ കഷ്ടപ്പാടിൽ കൂടെ പുള്ളി കടന്നു പോകുമ്പോൾ നാട്ടുകാർക്ക് അത് തമാശയായിട്ട് തോന്നുന്നതാണ്. ആ സിനിമയുടെ ഒരു ലെയർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം വെച്ചാൽ ഒരു വീട് ഒഴിപ്പിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇത് ആക്ച്വലി സിറ്റുവേഷൻസാണ്. പക്ഷേ ഈ സിറ്റുവേഷൻസ് മറ്റുള്ളവർക്ക് തമാശയായിട്ട് തോന്നും. അപ്പോൾ ഈ കഥാപാത്രവും അനന്തൻ്റെ സിറ്റുവേഷൻ ആക്ച്വലി ഓരോന്നും, കാരണം അനന്തൻ സിനിമയെ കഷ്ടപ്പെടാൻ കയറുന്നു, സിനിമയെ കഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞ് സിനിമയെ കയറി കഴിയുമ്പോൾ ഉള്ള കഷ്ടപ്പാടുകൾ, പിന്നെ അതിന് ശേഷം തുടർന്നുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, ഇതെല്ലാം അനന്തൻ കാണുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് തമാശയായിട്ടും കോമഡി ആയിട്ട് വരുന്നെങ്കിൽ ശരിക്കും പുള്ളിയുടെ ലൈഫിൽ അതൊരു ആ സമയത്ത് ആ പുള്ളി ചിരിക്കുന്നില്ലായിരിക്കും ഒരു നിമിഷം പോലും. അപ്പോൾ അതാണ് എനിക്ക് ഈ ജോൺ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ജോണറിലുള്ളൊരു മൂവി ആയിരിക്കും എന്നെനിക്ക് ആദ്യമേ അറിയാറ്. പക്ഷേ അത് മാത്രമല്ല, അവസാനം വരുമ്പോൾ കണ്ണ് നനയിപ്പിക്കും, കരയിപ്പിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അന്ന് ജോൺ മ്യൂസിക്കിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മ്യൂസിക് വന്നു, അജീഷ് വന്നിട്ട് RR വന്നപ്പോഴത്തേക്ക് കരയാതെ എത്ര പിടിച്ചിരുന്നാലും കരയാം. കാരണം നമ്മൾ പ്രിവ്യൂ ചെയ്യുന്നപ്പോൾ ഞാനിങ്ങനെ കൂടുതലും ആൾക്കാരെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ പ്രിവ്യൂ നമ്മളിത് എത്ര പ്രാവശ്യം കണ്ടതായി പടം. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും ഇരുന്ന് കരയുക. അപ്പോൾ കരഞ്ഞിട്ട് അവസാനം എല്ലാവരും കുറച്ചൊരു 1 മിനിറ്റോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സീറ്റിൽ നിന്ന് എണീക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു അതെനിക്ക് തോന്നുന്നു എത്രത്തോളം ഡിസ്കസ്ഡ് ആയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ VFX പോർഷനാണ്. ആ പോർഷൻ ആക്ച്വലി ഇപ്പോൾ ഒരു സ്പോയിലർ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ആ VFX ഒരു മേജർ എഫേർട്ടായിരുന്നു. അത് എഗ് വൈറ്റിൻ്റെ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് വന്നത് അവരുടെ അത്രയും എഫേർട്ട് കൊണ്ടാണ്. ഏകദേശം ഒരു 100-150 VFX ആർട്ടിസ്റ്റ് ഇരുന്ന് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു കമേഴ്ഷ്യലി നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയായിട്ട് വന്നപ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. കാരണം നമ്മൾ അതിൽ കാണാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്യായിരുന്നു, നമുക്കത് ഇതായിട്ട് ചെയ്യായിരുന്നു. പക്ഷെ നമ്മളതല്ല, അതിന് ഫുൾ ഇത് തന്നെ ചെയ്യണം, അതിലാരും ക്രിട്ടിസൈസ് ചെയ്യരുത് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ആ പടം ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കമേഴ്ഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ എലിമെൻസും നമ്മൾ മാക്സിമം 100% ഇട്ട് തന്നെയാണ് പടം ചെയ്തിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പാട്ടും ഡാൻസൊക്കെ? അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു ഡാൻസ് പരിപാടി പെട്ടെന്ന് പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നേ ഉണ്ടായില്ല. ഇല്ലില്ല, എൻ്റെ അടുത്ത് ജോണേട്ടൻ പറഞ്ഞ എടാ ഇതിൻ്റെ അകത്ത് അമ്മമാരോട് ഡാൻസ് കളിക്കണം. അപ്പം നമ്മൾ കളിക്കുമെങ്കിൽ പോലും അപ്പോൾ ഇവന്മാരുടെ പോർഷൻസ് ഒന്നും എനിക്കറിയില്ല, ഇവന്മാരെന്താണ് ചെയ്യുന്നത്, ഡാൻസേഴ്സ് ആണെന്ന് ഇവർ അറിയില്ല എന്താ പരിപാടിയെന്ന്. ഇവന്മാർ സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കിളി പോയി. ഈ സാധനം ഞാൻ ചെയ്യണം, അയ്യോ പിന്നെ കിളി പോയി. പിന്നെ മാസ്റ്റർ എല്ലാം പറഞ്ഞു തന്നു, ചെയ്തു. ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇത്ര ഒരു സോങ്ങും ഇതും കിട്ടുന്നത് എനിക്ക്. അപ്പോൾ വളരെയധികം സന്തോഷം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമല്ലോ, കൂട്ടത്തിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക? മറ്റേ വിനോദ് പോലൊരു ഫ്രണ്ട് ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ട്. മോട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്താൽ നമ്മൾ തിരിച്ചിപ്പോ പറയൂലേ, അപ്പോഴേ നമ്മള് തൂക്കൂലേ. ഓക്കെ, അനന്തന്റെ ക്യാരക്ടറിലേക്ക് ഒന്ന് ഇന്നാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നോ? എനിക്കൊരു ആക്ടിങ് ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ അല്ലാത്ത ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു 5 ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ജസ്റ്റ് ഒന്ന് അവിടെ പോണെങ്കിൽ പോയി നിൽക്കി എന്ന് പറഞ്ഞു. അവിടെ പോയി കുറച്ച് ഇരുന്നപ്പോൾ എനിക്ക് പരിപാടി, ഞാൻ അങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്പിൽ അങ്ങനെ പോയിട്ടില്ല. അപ്പം എനിക്ക് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു തോന്നുന്നു. അവിടെ ഒരു 5 ദിവസം നിന്നപ്പോൾ ഏകദേശം കുറച്ച് പരിപാടികൾ, കുറച്ച് ഐഡിയാസുകൾ കിട്ടി. അത് നമ്മളെടുത്ത് ചാമ്പി, അത് ഫോളോ ചെയ്തു. അനന്തന്റെ കണ്ണീര് ഒരു, കാരണം മിക്ക ഷോട്ടിലും മിക്ക ഫ്രെയിമിലും അനന്തന്റെ കണ്ണീര് ഭയങ്കര നോട്ടീസബിൾ ആയിരുന്നു. കുറെ ഗ്ലിസറിൻ ഉപയോഗിച്ചു. അത് നമ്മൾ ആ സാധനം ഉൾക്കൊണ്ട് ഞാനങ്ങ് കരഞ്ഞിരുന്നേ. ആദ്യത്തെ ഒരു ടേക്കിൽ ചിലപ്പോൾ നമ്മള് ഉൾക്കൊണ്ട് കരഞ്ഞിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് ചിലപ്പോൾ ഇങ്ങനെ കണ്ണീരിന്ന് വരണ്ടേ, 2-3 തവണയൊക്കെ അല്ലേ പോയത്. പിന്നെ ടേക്ക് കൂടുമ്പോഴത്തേക്കും ജോണേട്ടന്റെ കണ്ണിന്ന് കണ്ണീര് വന്നു. ഗ്ലിസറിൻ വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പടം കൂടെ എടുക്കാം. ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. പറഞ്ഞില്ല, ഒരു 3-4 ടേക്കൊക്കെ വരുമ്പോൾ 4ാമത്തെ ടേക്കൊക്കെ എന്തായാലും ഗ്ലിസറിൻ ഇല്ലാതെ പറ്റില്ല. ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തത് ആരായിരിക്കും? പ്രൊഡ്യൂസർ? നീ എടുത്തില്ലല്ലേ? അതൊക്കെ ഒറ്റ ടേക്കിന്റെ ആളാ. ചുമ്മാ അങ്ങനൊന്നുമില്ല, സീനാണ് നമ്മള്. അങ്ങനൊന്നുമില്ല. പക്ഷെ മാക്സിമം ശ്രമിക്കും. ഒരുപാട് കഴിവുകൾ മറ്റേ
കയറാൻ പറ്റും. അപ്പമാ. അത് ഇല്ല, മാക്സിമം ശ്രമിക്കും, ആരാണെങ്കിലും ശ്രമിക്കും. അപ്പം ഒരുപാട് ടേക്ക് ഞാൻ പോകാതിരിക്കും. തെറ്റിക്കുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞു. അവൻ തെറ്റിക്കത്തൊന്നുമില്ല. പ്രൊഡ്യൂസർ പറയും ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തത് അല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു നമ്മുടെ സിനിമയെ കാണിക്കുന്ന പോലത്തെ ടേക്സ് ഒന്നും ആരും വന്നിട്ടില്ല. 100 ടേക്കുകളിലേക്ക് അതില്ല, അത്രയൊന്നും വരുത്തൊന്നുമില്ല. എല്ലാവരും എനിക്കൊന്ന് എല്ലാവരും പ്രൊഫഷണൽ ആയിരുന്നു. എനിക്കൊന്ന് ഇപ്പോൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നവരാണ് കൂടുതൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അവരെല്ലാം വളരെ നാച്ചുറൽ. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനോ നെർവസ്നെസ് ആണ്. ഇവർക്ക് അതൊന്നും ഇല്ല. ഇവരും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൗഡ് ആയിരിക്കും ചിലർ. അതിന്ന് കുറയ്ക്കാൻ ജോൺ എനിക്ക് തോന്നുന്നു മാക്സിമം ട്രൈ ചെയ്യും. കാരണം വെച്ചാൽ ആ ഒരു ക്യാരക്ടർ പിടിച്ചു പോകാൻ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജോൺ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഇതാ. ജോണിൻ്റെ കൂടെ ആക്ച്വലി നമ്മൾ പ്രൊഡക്ഷനിൽ നമ്മൾ ബാക്കിലല്ലേ നിന്ന് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കാണാനായിട്ട്. കാരണം പടപടയെന്ന് ഷോർട്സ് എടുക്കും, പടപടയെന്ന് ഇത് പോവും. പരിപാടികൾ പെട്ടെന്ന് ആസ് എ പ്രൊഡ്യൂസർ ഭയങ്കര ഹാപ്പി സീനാണ്. കാരണം ഇത് തന്നെ എനിക്കൊന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തതിനേക്കാളും എനിക്കൊന്ന് 6 ദിവസം 7 ദിവസം മുമ്പേ നമ്മൾ പടം തീർത്ത്. പ്രൊഡ്യൂസർ ഹാപ്പി. ഓൾറെഡി ജോണേട്ടൻ പറയും, അപ്പോഴത്തേക്കും നമുക്ക് ആ സാധനം കിട്ടും. അപ്പോൾ ഒരുപാട് ടേക്ക് പോകാനുള്ള ഇതൊന്നും കിട്ടൂല. പിന്നെ 1-2 ഇതിലൊക്കെ ഓക്കെ ആവും. അതുകൊണ്ട് പറഞ്ഞായിരുന്നു ഭയങ്കര രസമാണ്. പ്രീവിയസ് സീനൊക്കെ പറഞ്ഞു തരും, അതിന് ശേഷമുള്ള സീനൊക്കെ പറഞ്ഞു 2 മിനിറ്റ് നമ്മളെടുത്ത് പറഞ്ഞിട്ടേ അതെനിക്കൊന്ന് കുറച്ചൊക്കെ ആ മേക്കിങ്ങിൽ ചിറകെ ജോൺ പാടിയ പാട്ടിന്റെ ഇതിൽ ജോൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറേയൊക്കെ അതിൽ വന്നിട്ടുണ്ട്, വിഷ്വൽസിൽ കാണാം. അതെ അല്ലേ? ഓക്കെ. ഇപ്പം ജോൺ പോളിന്റെ ഒരു ജീവിതകഥ എന്ന് തന്നെ നമുക്ക് പറയാമോ? ചേട്ടന്റെ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. ജീവിത കഥ എന്ന് പറയാൻ പറ്റത്തില്ല. ചേട്ടൻ ഐഡി ആയിട്ടാണ് വന്നത് ആദ്യം. അപ്പൊ ആ സമയത്തുള്ള സിനിമയിലെ എക്സ്പീരിയൻസ് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ലൈഫിന്റെ ഏടുകൾ ഏതെങ്കിലും ഇതിനകത്ത് അതേപോലെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്ന് ഒരുപാട് ജോൺ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിൽ തുടങ്ങിയതാണ്. അപ്പൊ എന്നിട്ട് ഇതുവരെ എത്തുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് പലരും ത്രൂ ഉള്ള എക്സ്പീരിയൻസ്. ജോൺ കൂടെ വർക്ക് ചെയ്ത് അതെല്ലാം ഒരു തമാശ രൂപേണ ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഞാൻ കുറച്ച് ടപ്പേ ക്വസ്റ്റ്യൻസിൽ പോട്ടെ. അതെ, വേഗം ഉത്തരം പറഞ്ഞു പോ. സിനിമ ടു യു ഇൻ 1 വേർഡ്. എന്താ സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് സിനിമ എന്താണെന്ന് ഒരു വാക്കിൽ പറയാം. സിനിമ നമുക്ക് ബ്ലഡ് എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് പറയണ്ടോ? ഓരോരുത്തരും പറഞ്ഞോ? കൂട്ടി ആലോചിക്കണം. ലൈഫ്. എനിക്ക് പാഷൻ. ലൈഫ്. കോപ്പി അടിക്കാതെ എന്നാ ജീവിതം. ആദ്യം പറഞ്ഞ സാധനം ബ്രെഡ് ഫുഡ് എന്ന് പറയടാ. ഫുഡ് ചോറെന്ന് പറയാം. ചോറ്. ഡ്രീം റോൾ. ഡ്രീം റോള് ആശാനിൽ ഡ്രീം റോളാ. ഞാൻ സ്വപ്നം കണ്ട വേഷം അങ്ങനത്തെ ഒരു പരിപാടി. ഈശ്വരൻ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണേ, ആരെങ്കിലും ഒക്കെ വിളിച്ചു തരണേ എന്നൊക്കെ സ്വപ്നം കണ്ട. നെഗറ്റീവ് ആണോ? മൊത്തത്തിൽ നെഗറ്റീവ് ആണല്ലോ പരിപാടി. തുടരത്തില് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ആക്കാം. ആരെ പിടിച്ചും തോന്നുന്നു. ഇല്ല, ചെറിയൊരു കിടക്കുന്നു. ഇവിടെ ഒരു ഉണ്ണിയും വെക്കും. ഒരു ചേച്ചിയുടെ ചെറിയൊരു പിച്ച് കിട്ടി തിയേറ്റർ വിസിറ്റിന് പോയപ്പോ. ആണല്ലേ? നന്നായി. പ്രൊഡ്യൂസർ അല്ലാതെ വേറെ ഏതെങ്കിലും ഇതിലേക്കൊക്കെ പോണമെന്നുണ്ടോ? ഇല്ല, ഞാൻ ബേസിക്കലി ഒരു ലോയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പം ലൈക്ക് ഹാപ്പി സീനാ. ഇനി അടുത്ത ഒരു ഇതുണ്ടോ നമുക്ക് ലൈഫിന്റെ വേറൊരു? അല്ല, ഇതുപോലെ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളത് ആണ് ഭയങ്കര ഒരു ആഗ്രഹം. അത് ഭയങ്കര സംഭവിക്കുന്നതാണ്, നമുക്ക് പ്ലാൻ ചെയ്ത് നടത്താൻ പറ്റത്തില്ല. അപ്പൊ അത് അങ്ങനെ സംഭവിക്കണേന്ന് ആഗ്രഹം. ഓക്കെ. വൺ അഡ്വൈസ് ടു ആൻ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ്. ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും? നിങ്ങളിപ്പോ ഇവിടെ എത്തിയില്ലേ, നിങ്ങൾ കയറിയില്ലേ, നിങ്ങൾ ഫിലിം മേക്കേഴ്സിന് ഡയറക്ടർ എടുത്ത് കൊടുക്കാനുള്ള അഡ്വൈസ് അല്ല, ഒരു ആക്ടിങ്ങിൽ അല്ലെങ്കിൽ പോട്ടെ സിനിമ മേഖലയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ ഉള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? പരിശ്രമിക്കാതെ നമുക്ക് കയറാൻ വഴികളുണ്ട്, പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അത് മാത്രമേ എനിക്കറിയാവൂ. ഞാൻ പരിശ്രമിച്ചിട്ട് കഷ്ടപ്പെട്ടെത്തിയത്. എന്ത് പറയും പ്രൊഡ്യൂസർ? ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ആദ്യം ഒന്ന് വേറൊരു എഡ്യൂക്കേഷൻ സെറ്റായിട്ട് അതിനുശേഷം വരുന്നതല്ല. കാരണം ഇത് ഇപ്പോഴും ഒരു ഭയങ്കര ചലഞ്ചിങ് ഫീൽഡാണ്, സ്റ്റേബിൾ അല്ല. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും സ്റ്റേബിൾ ആയിരിക്കണം, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡ് സ്റ്റേബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൽ നമുക്കൊരു സ്റ്റേബിൾ ഇൻകം വരണമെങ്കിൽ കുറച്ച് സ്ട്രഗിൾ തന്നെയാണ്. പിന്നെ വന്നാൽ തന്നെയും ഒരു ലോസിലോട്ട് തിരിച്ച് പിന്നെയും പോകാം. അപ്പം നമുക്ക് എപ്പോഴും ഒരു ഫോൾ ബാക്ക് ഒരു ഇത് വേണം. പ്രൊഡ്യൂസർ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അത് കൊള്ളാം. അതെല്ലാരും പറയൂല കേട്ടോ. പറയാം, ഹാർഡ് വർക്ക്.
ഇത്ര നേരം ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാറുണ്ടല്ലേ? ഹാർഡ് വർക്ക്, അത് തന്നെ സിനിമയിലേക്ക് വരാന്നുള്ളത്. ഓക്കെ, നിങ്ങളൊരു സിനിമാക്കാരനാവുമെന്ന വിശ്വാസം ഒരിക്കലും കൈവിടാതെ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് ആരായിരിക്കും? എൻ്റെ ഫാമിലി നിന്നിട്ടുണ്ട്. പിന്നെ കുറേ പേരുണ്ട് കേട്ടാ. ഒറ്റ ഒരാളൊക്കെ ഉണ്ടോ? ഒറ്റ ഒരാൾ പറ്റൂല, ഒരുപാട് പേരുണ്ട്. ഒരു 3-4-5 പേര് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ഫാമിലിയാണ് നമ്മുടെ മെയിൻ. ഫാമിലി പിന്നെ പിടിച്ചു നിർത്തിയോണ്ടാ എന്നെ 25-28 വയസ്സ് വരെ അവർ ചോറ് തന്നെ നോക്കി. ഞാൻ ഒരു പൈസ പോലും അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇനിയെങ്കിലും കൊടുക്കണം എനിക്ക്. ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല ഒരു പിന്തിരിപ്പൻ വാക്കുകൾ ഒരിക്കലും അവിടെ നിന്ന്? പിന്തിരിപ്പൻ വാക്കുകൾ പറഞ്ഞിട്ടില്ലെന്നല്ല, അവർക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അവരെനിക്കൊരു 30 വയസ്സ് വരെ സമയം തന്നു. അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് 30 വയസ്സിൽ എനിക്ക് രോമാഞ്ചം, 30 അല്ല, ഒരു 26 എന്തോ 27 കണ്ടോണ്ട് എനിക്ക് രോമാഞ്ചം വന്നത്. രോമാഞ്ചം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കറക്റ്റ് ട്രാക്കിലായി. കുറച്ച് പടങ്ങൾ ഇങ്ങനെ വന്നു. ഇപ്പൊ അവര് ഹാപ്പി, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഇവിടെ പോട്ടെ, ഇവിടെ അല്ലെങ്കിൽ കുറെ അത് തന്നെ, ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വീട്ടുകാരും കൂട്ടുകാരും അത് തന്നെ. കാര്യം എന്ന് വെച്ചാൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴും നമ്മൾ നമ്മുടേതായ പരിപാടിക്ക് വേണ്ടിയിട്ട് പോകുമ്പോഴും അവരാണ് നമ്മളെ ഇതാക്കിയിട്ടുള്ളത്. അപ്പം വീട്ടുകാരും പിന്നെ കൂട്ടുകാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ വൈഫ് തന്നെയാണ് ഒരു ഭയങ്കര ഹോൾ ഹാർട്ടഡ് അൺകണ്ടീഷണൽ സപ്പോർട്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ആരായിരിക്കും ഒരു ആശാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ആശാന്മാരാണ്. സിനിമയിലാണെങ്കിൽ എന്തായാലും ആശാന്മാരുണ്ടാവും. ഒരുപാട് പേരുണ്ട്. ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റുമോ? ആശാന്മാരുണ്ട് എനിക്ക്. ആശാന്മാരില്ലാതെ എനിക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റൂല. എന്തെല്ലാം അടവുകൾ പഠിച്ചു, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചടവുകളിൽ ഏറ്റവും മികച്ചതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അഭിനയം. ഇപ്പൊ ജോണേട്ടന് എന്നെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റൂന്ന് തോന്നിയില്ലേ? അത് എനിക്ക് ആ കോൺഫിഡൻസ് വന്നിട്ടില്ല. എനിക്കൊണ്ട് പറ്റും, ഞാൻ ഒരു പരിങ്ങളോടെയാണ് നിന്നത്. പക്ഷെ ജോണേട്ടന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജോണേട്ടൻ്റെ ആശനാണ്. വിപിൻ ദാസേട്ടൻ എനിക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് ആ ഒരു പരിപാടി തന്നു, എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. പുള്ളി എൻ്റെ ആശനാണ്. അങ്ങനെയുണ്ട്. പിന്നെ നിതീഷ് സഹദേവ്, പുള്ളിയോടൊക്കെ ഞാൻ വർക്ക് ചെയ്തത് 2 കൊല്ലം. ഒരുപാട് പേരുണ്ട് സിനിമയിൽ, ഒരുപാട് ആശന്മാരുണ്ട്. എല്ലാ ആശന്മാരല്ലേ? നമുക്ക് ലൈഫിൽ നമ്മുടെ ഒരു ആശ എന്ന് പറയാനാണെങ്കിൽ എൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് ഒരാളാണ് പ്രധാനമായിട്ട് പറയുന്നത്, രാജേഷ് പിള്ള, മരിച്ചുപോയ രാജേഷ് ചേട്ടനും ഞാനുമാണ് മോർ ലൈക്ക് ബ്രദേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയത് രാജേഷ് പിള്ള ഫിലിംസ്, അതിലായിരുന്നു ഫസ്റ്റ് വേട്ട. അത് കഴിഞ്ഞ് പിന്നെ അത് ടേക്ക് ഓഫിൻ്റെ ഇതിലും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് രാജേഷ് ചേട്ടനാണ് ഏറ്റവും വലിയ ആശാൻ. അപ്പോൾ ജോണിനെ എനിക്കൊരു ആശാനായിട്ട് കാണാൻ പറ്റില്ല, മോർ ലൈക്ക് ഒരു യങ് ബ്രദറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാനേക്കാളും കൂടുതൽ ഞാൻ ആശാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് രാജേഷ് പിള്ള തന്നെയാണ്. ഓക്കെ, മനസ്സിൽ തട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ എന്തായിരിക്കും? ആരുടെ അടുത്തുനിന്ന് കിട്ടിയ അപ്രിസിയേഷൻ ആയിരിക്കും? എന്നെ ഇന്നലെ പടം കണ്ടിട്ട് അജയന്റെ 3-ാം മോഷണമല്ലേ അതിൽ ഡയറക്ടറുണ്ട്. അജയന്റെ 2-ാം മോഷണം ഫിലിമിലെ ഡയറക്ടറല്ലേ ജിതിൻ ചേട്ടൻ. പുള്ളി എനിക്ക് ഇന്നലെ കിട്ടിയ അപ്രീസിയേഷനാണ്. പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഈ പടം കണ്ടിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച്, നീ ഒരു പടമൊക്കെ കൊണ്ടുവരാ, അങ്ങനെ പടത്തിൽ അഭിനയിച്ച് വേറൊരു ക്യാരക്ടറായിട്ട് നീ ചെയ്തു, അത് വർക്കായി, രസമുണ്ടാ, കരുവാന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ആദ്യം ആ പടത്തിൽ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു, അജയൻ്റെ 2-ാം മോഷണം. അപ്പോൾ അതെനിക്ക് ചേട്ടനാണ് എൻ്റെ ഇവിടെ ഓഡിഷനായിട്ട് അവിടെ ഒരു പേപ്പർ എടുത്ത് തന്നിട്ട് അത് ഡയലോഗ് ഒന്ന് കാണാതെ പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഒരു കണ്ണൂർ സ്ലാങ്ങിലുള്ള ഡയലോഗായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റിയില്ല, പാളിപ്പോയി. അപ്പോൾ 2ാമത് മാറ്റിയിട്ട് വേറൊരു ക്യാരക്ടർ തന്നു, അതും ഞാൻ തെറ്റിച്ചു. അതും കൂടെ ഉള്ളവർക്ക് വർക്കായില്ല. ചേട്ടൻ എങ്ങനെയെങ്കിലും ആ പടത്തിൽ എന്നെ നിന്നാക്കണമെന്നുണ്ടായിരുന്നു. 3ാമതും ഒരു പേപ്പർ തന്ന ആ ചെറിയൊരു ക്യാരക്ടർ, അതും പറഞ്ഞു അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഈ സ്ലാങ്ങിൻ്റെ പ്രശ്നമാകുന്നുണ്ട്. പിന്നെ പറഞ്ഞു വിട്ടു. പുള്ളി ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ അടുത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞു. കാരണം അന്ന് അങ്ങനെയായിരുന്നു, പക്ഷെ അതിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഒരുപാട് മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ കുറച്ചുകൂടെ കൊണ്ടിരിക്കണമല്ലോ. തേച്ചുമിനിക്കില്ലെങ്കിൽ ക്ലാവ് പിടിച്ചു ഇരിക്കും ആർക്കും വേണ്ട. എന്തായിരിക്കും ആര് പറഞ്ഞതായിരിക്കും? ജൂഡേട്ടൻ, ഞങ്ങൾ സാറാസ് കഴിഞ്ഞിട്ട് ജൂഡേട്ടൻ ഞങ്ങളുടെ എൻ്റെയും ജോമോൻ്റെയും ഫോട്ടോ ഡബ് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് പുള്ളി പോസ്റ്റ് ചെയ്തായിരുന്നു. ഞങ്ങൾ മലയാള സിനിമയിലേക്ക് ഞാൻ ഇവന്മാരെ തരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതും പിന്നീട് ഒതളങ്ങാത്തുരുത്ത് കണ്ടിട്ട് മമ്മൂക്ക ബസൂക്കയുടെ സെറ്റ് വെച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും ഭയങ്കര, മമ്മൂക്ക ഈ വർക്ക് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ചിലതാണെങ്കിൽ ചിലവരുടെ അടുത്ത് നമ്മൾ നമ്മുടെ വർക്ക് പറയണം,
ഞാൻ ഇത് ചെയ്തിട്ടാണ് അതിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങനെ നമുക്ക് വർക്ക് കണ്ടിട്ടാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങോട്ടൊരു റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ അത് അടിപൊളിയല്ലേ? അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അപ്രിസിയേഷൻ കിട്ടിയത് പടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ ലോഞ്ചിൻ്റെ അന്ന് മമ്മൂക്ക വന്ന് പറഞ്ഞു. വിട്ടുപോയെന്നല്ല, അത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു അങ്ങനെ മമ്മൂക്ക തന്നെ പറയുന്നു. മമ്മൂക്ക പറഞ്ഞിട്ടില്ല ഇത് അത്രയും നല്ല സിനിമയാണ്, ഈ സിനിമയാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് മമ്മൂക്ക നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ടല്ലോ, അതിനെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നും. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് വരുന്ന കുറേ DMസും കമൻസും ആൾക്കാർ റീൽസ് അത് ചിലർ പറയുന്നത് ഞങ്ങൾ ഇന്ന് വരെ ഒരു റിവ്യൂ ഇട്ടിട്ടില്ല, ഇത് കണ്ട് അത്ര ഇമ്പ്രസ്ഡ് ആയതുകൊണ്ട് ഇടുക എന്ന് പറഞ്ഞിട്ടിടുമ്പോൾ അത് വളരെ അവരാണല്ലോ നമുക്ക് ഒരു പൈസ ചിലവാക്കി കഷ്ടപ്പെട്ട് പോയി സിനിമ എടുത്ത് കാണുന്നത്. അപ്പോൾ അവരുടെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അത് ഇനി ചില നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെയും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതെല്ലാം ഭയങ്കര, പക്ഷെ ഒരു എനിക്കൊന്ന് 90% വന്നിട്ടുള്ളത് ഭയങ്കര ഹാർട്ട് ഫെൽറ്റ് കമൻസ് ആണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. ഓക്കെ, ഇപ്പം നമ്മുടെ സിനിമ ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത അത്രയും അടിപൊളിയാണ്. ആൾക്കാരുടെ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റർവെല് കഴിഞ്ഞ് വരുന്ന പോർഷൻസിൽ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ് കാണുന്നത്. അതിനകത്തൊരു വേറൊരു ലോകം നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ആ കാണുന്ന ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം രാമകഥ എന്നുള്ളൊരു കാര്യം അതിനകത്ത് നമ്മൾ കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇന്ദ്രൻ ചേട്ടനെ പോലെയുള്ള ആളെ അത് ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ള, അതായത് കഥകളി ഇന്ദ്രൻ ചേട്ടൻ കാരണം. പക്ഷേ ഇന്ദ്രൻ ചേട്ടൻ ഞങ്ങൾ ആദ്യം ചെന്നത് കഥകളി പഠിപ്പിക്കാനായിട്ട് ഒരു ഗുരുവായിട്ട് ചെന്നപ്പോൾ തന്നെ ഇന്ദ്രൻ ചേട്ടൻ ആദ്യം പറഞ്ഞു വെച്ചാൽ ഞാൻ കഥകളി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ്, പണ്ട് തൊട്ടേ ഈ അമ്പലപ്പറമ്പിലൊക്കെ കഥകളി കാണാൻ പോകുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ ഈ കഥകളിയായിട്ടൊരു കണക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രൻ ചേട്ടൻ കഥകളി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്ക് ഇന്ദ്രൻ ചേട്ടൻ ഇത് പെട്ടെന്ന് അങ്ങ് പിക്കപ്പ് ചെയ്തു. ആ മുദ്രകളും അതിൽ കാണുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മളത് ഫുൾ ഇട്ടിട്ടില്ല, 1.5 മിനിറ്റ് ഇന്ദ്രൻ ചേട്ടൻ ലൈവായിട്ട് വിത്തൗട്ട് ബ്രേക്ക് കളിച്ചൊരു കഥകളി സീക്വൻസാണ്. അത് ഒറ്റ ഷോട്ട് സിംഗിൾ ഷോട്ടിൽ. അതാ ഞാൻ പറഞ്ഞ അതൊന്നും അധികം ഡിസ്കസ്ഡ് ആയിട്ടില്ല. ശരിക്കും അത് സിംഗിൾ ഷോട്ടിൽ പോയതാ. പക്ഷെ നമ്മൾ ടൈം ഓൾറെഡി ഡ്യൂറേഷൻ കൂടിയതുകൊണ്ട് നമ്മൾ കുറച്ചിട്ടതാ. ആദ്യത്തെ കട്ടിൽ അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇട്ടിരുന്നത് ആ രാമകഥയുടെ ഇതിൽ വരുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇന്ദ്രൻ ചേട്ടൻ എഫേർട്ട് എടുത്തു എന്ന് മാത്രമല്ല, പുള്ളിക്കാരൻ അത് ഭയങ്കര അനായാസമാണ് ചെയ്തത്. നമ്മളെല്ലാം എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഭയങ്കര കൈയടി. 2 ക്യാരക്ടർ അതിൽ ചെയ്തിട്ടുണ്ട് ആ കഥകളിയിൽ. 2 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് തന്നെ ഏകദേശം ഒരു 6-7 മണിക്കൂർ അതിൻ്റെ ചമയങ്ങൾക്ക് വേണ്ടി വേണം. അപ്പോൾ ആ സമയത്ത് ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല, ജ്യൂസ് ഐറ്റംസ് മാത്രമേ കൂടി. പിന്നെ ആഹാരം കഴിക്കാനും തോന്നില്ലെന്ന് ആശാനെന്ന് പറഞ്ഞത്. അപ്പോൾ ആ 2 ക്യാരക്ടർ ചെയ്യുമ്പോഴേക്കും ആ 2നും അതിൻ്റേതായ മേക്കപ്പ് ഉണ്ട്. അപ്പോൾ അത്രയും മണിക്കൂർ ആ മനുഷ്യൻ അതിന് വേണ്ടിയിട്ട് നിന്നു, പഠിച്ചു. അപ്പം ഭയങ്കരമായിട്ടുള്ള പരിപാടി. അത് നിസ്സാരം സാധാരണക്കാരനെ കൊണ്ടൊന്നും, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല, അത് ഒരാളെ കൊണ്ട് പറ്റൂല. ഇനി അത് നമുക്കൊരു 1.5 മിനിറ്റിന്റെ നമുക്കായിട്ട് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യോ? അത് ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യും. കാരണം അത് ഇന്ദ്രൻ സൈഡിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട്, അത്ര എഫേർട്ട് എടുത്ത് ആൾക്കാർ കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ അത് എന്തായാലും പോസ്റ്റ് ചെയ്യും. ഓക്കെ, എന്തായാലും പടം ഇനിയും സൂപ്പർ ഹിറ്റ് ആവട്ടെ, ആൾക്കാരിലേക്ക് നമ്മുടെ സിനിമ വീണ്ടും വീണ്ടും എത്തട്ടെ. ജോമോൻ ഭയങ്കര സന്തോഷം വീണ്ടും ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നതിൽ, അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതിൽ. ഇനി വരട്ടെ, തമാശകൾ മാറി, നമുക്ക് തമാശകളുടെ റോളുകൾ മാറിയിട്ട് ഇപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ ഒരു കരിയർ ചേഞ്ച് വന്നതുപോലെ ഇതൊരു ടേണിംഗ് പോയിന്റ് ആവട്ടെ, അല്ലേ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ എബിനെ ആശംസിക്കുകയാണ് കേട്ടോ, നമ്മളുടെ ഒരു നെഗറ്റീവ് റോള് വരട്ടെ. താങ്ക് യു സോ മച്ച്. അതെ, എന്നാലല്ലേ നമുക്ക് ചോറുണ്ടേ, ഞങ്ങളുടെ ചോറ്. ഓക്കെ, അപ്പൊ അടിപൊളിയാവട്ടെ. ശരി. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. Oxygen, the smartphone expert. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.